പെർഫോം ചെയ്യണമല്ല. നീ കൊച്ചു പ്രായമല്ലേ. പണ്ട് നിന്റെ പ്രായത്തിലുള്ള നിന്നെക്കാട്ടിലും കുഞ്ഞു നിന്നെക്കാട്ടിലും മൂത്തൊരു പയ്യൻ വന്ന് ഇവിടെ ഉള്ള എല്ലാരും ചേട്ടന്മാരാണ് എനിക്ക് കളിക്കാൻ പറ്റുന്നത് പറഞ്ഞ് ഇറങ്ങിപ്പോയ പയ്യനുണ്ട്. നിനക്ക് അങ്ങനത്തെ ഫീലില് വന്നിട്ടുണ്ടോ? ടി വിയിൽ കയറിയതിനു ശേഷം ഇവിടെ ഉള്ള എല്ലാരും നിന്നെക്കാട്ടിലും ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ നിനക്ക് ഒരു വൈബ് കിട്ടുന്ന പറഞ്ഞിട്ട് അങ്ങനെ തോന്നിട്ടുണ്ടോ? അപ്പൊ നീ വാസവണ്ണ അപ്പൊ നീ ഈഗിളിനെ അവനെ അങ്ങനെ പിന്നെ സേവേജ് ഓരെല്ലാരും അങ്ങനെ മനസ്സിലായാ? വൈബാണ് അപ്പൊ ഇവിടെ വൈബാണ് ബ്രോ. ടി വി ഒന്ന് പോവാനായിട്ട് എപ്പോഴും തോന്നുമോ? പോവാന് ടി വി ഒന്ന് ഏതെങ്കിലും പോയിന്റിൽ ഇറങ്ങാനൊക്കെ തോന്നുന്നു, അല്ല എന്തേലും കാരണം കൊറേ കഴിയുമ്പോ? അല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ടി വി നാളെ ടി വി ചന്ദ്രൻ എന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്യുന്ന പറഞ്ഞ ലൈവ് ഒക്കെ ഇടുവോ? അല്ലടാ നീ നമ്മളെ നീ ഇതാക്കാൻ വേണ്ടിട്ട്, നമ്മളെ ഡൗൺഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട് നിനക്ക് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആവശ്യം വരുമ്പോ അങ്ങനെ ടോട്ടലി ഡബ്ല്യു ആണ് ഇവിടെ. സുഖമാണല്ലേ ഇവിടെ? അല്ല ഇവിടെ സുഖമാണല്ലേ ടി വിയില്? ടി വിയിൽ വന്നതിന് ശേഷം തന്നെ ആൾക്കാരെല്ലാം റെക്കഗ്നൈസ് ചെയ്താ നിന്നെ നാട്ടിലെല്ലാം? നാട്ടിൽ ആർ പി ആണെന്ന് ആരുമില്ല? ഒരു നഷ്ടമാണല്ലോ. കാസർഗോഡ് ആർ പിയിൽ ആരും കണ്ടിനാ? കാസർഗോഡ് 4-5 ആൾക്കാരുണ്ടാവും ടോട്ടൽ. നീയനല്ലേടാ? അപ്പൊ നീയാണ് അവിടത്തെ കിടിലം. അതൊക്കെ അത്രേ ഉള്ളൂ. വീട്ടിലൊക്കെ എന്താ അഭിപ്രായം നീ ടി വിയിൽ കയറിയതിനു ശേഷം? പൊളിയല്ലേ? അത് അറിഞ്ഞത് കേറിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടാ. അവർക്കറിയാവോ ഈ ആർ പി എന്താന്നൊക്കെ? ലൈവൊക്കെ അറിയത്തില്ലല്ലോ. ഞാനുണ്ട് ചാറ്റില് കൊറേ പേരുണ്ടല്ലോ കാസർഗോഡൊക്കെ ഉള്ളവര്. കാസർഗോഡൊക്കെ ഉള്ളവര് കൊറേ പേര് കൊറേ ആളില്ല, നന്നില്ല. ഞാൻ കളിക്കുമ്പോ ഫസ്റ്റ് ഞാൻ നോക്കുമ്പോ ഇതാക്കുമ്പോ ആരില്ല. ഇപ്പൊ ഞങ്ങൾക്കറിയില്ല, ഞാൻ ആരെ പൊരിക്ക് പോയിട്ട് നോക്കുന്നില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ. 2 മെസ്സേജ് അയച്ചു ഞങ്ങക്ക് പാസ്വേഡ്. അപ്പൊ എന്താണ് ഞാൻ ചോട്ടെ, എന്താണ് നിന്റെ എയിം? ടി വിയില് എന്ത് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ടി വിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ഫ്യൂച്ചർ പ്ലാൻ? എന്ത് ചെയ്യും? ഇതാണോ ഒരു റിപ്ലൈ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കാര്യം ടി വിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും? റിപ്ലൈ അല്ലേ? ടി വിക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ ചോദിക്കാൻ വരുന്ന എന്താ മനസ്സിലായേട്ടാ? അല്ല അത് അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യും? കോലീഡർ ആവണമെന്നൊക്കെ താല്പര്യം ഉണ്ടോ? അതിനുള്ള ബുദ്ധി എന്തായാലും എനിക്കില്ല. ശരി. അപ്പൊ നടക്കട്ടെ. ഇന്റർവ്യൂ സെഷൻ കഴിഞ്ഞേട്ടാ. ഇടക്കിടക്ക് നിന്റെ ആൾക്കാർക്ക് നീ ഭയങ്കര കുഞ്ഞാണെന്നാണ് ആൾക്കാര് പറയുന്നത്. നീയല്ലേ ഏറ്റവും ഇളയത് ടി വിയിലെ?